ഹലോ ഫ്രണ്ട്സ്, എവർക്കും കുഞ്ഞുമോൾസ് നാടൻ രുചികളിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു പപ്പായ വെച്ചൊരു തോരനാണ് ഉണ്ടാക്കുന്നത്. പപ്പായ അഥവാ ഓമയ്ക്ക. അതിന് ആവശ്യമായിട്ടുള്ള പപ്പായ ചെത്തി കഴുകി ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ മറ്റ് ചേരുവകൾ തേങ്ങ ചിരകിയത്, കറിവേപ്പില, സവാള, ഉള്ളി, ഇഞ്ചി, കാന്താരി മുളക്, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, കായപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. ഇത്രയും സാധനങ്ങളാണ് ഇതിന് എടുത്തിരിക്കുന്നത്. വിശദ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനിയും ഈ ചേരുവകളെല്ലാം കൂടി ഒന്ന് ഫുഡ് പ്രോസസ്സറിലിട്ട് ചതച്ച് എടുക്കണം. ഇവിടെ പാത്രത്തിൽ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനിയും അതിലേക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് ഒന്ന് പൊട്ടിക്കാം. ഇവിടെ കടുക് നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നുള്ള ജീരകം കൂടെ ഇട്ടൊന്ന് മൂപ്പിക്കാം. ഇനിയും അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില, ചതച്ച് വെച്ചിരിക്കുന്ന അരപ്പ് എല്ലാം കൂടെ ഇട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കണം. കായപ്പൊടി, ഇനിയും ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പായ ഇട്ട് ഇളക്കി യോജിപ്പിക്കണം. ഇതിനകത്ത് വെള്ളം ഒഴിക്കണ്ട, ഒട്ടും ഒഴിക്കണ്ട. ഇത് മീഡിയം തീയിലിട്ട് ഇതുപോലെ ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. വെള്ളം ഇതിനകത്ത് ചേർക്കരുത്. ഓമയ്ക്കായിലുള്ള വെള്ളം കൊണ്ട് അത് നല്ലപോലെ വെന്തോളും. ഒരുപാട് വേവിക്കുകയും വരുത്. ഇവിടെ പപ്പായ തോരൻ റെഡിയായി വന്നിട്ടുണ്ട്. ഇനിയും ഇത് തീ ഓഫ് ചെയ്തിട്ട് ഒരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം. ഇവിടെ വളരെ രുചികരമായിട്ടുള്ള പപ്പായ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതുമാണ്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ എവർക്കും നന്ദി, നമസ്കാരം.